2029 നടക്കുന്ന ഇലക്ഷനും നരേന്ദ്രമോദി തന്നെയായിരിക്കും BJP-യെ NDA നയിക്കുക എന്ന് അസന്നിഗ്ധമായി ഭരണത്തിലെ രണ്ടാം സ്ഥാനക്കാരനായ അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ ഐക്യം ശിഥിലമാകുന്നത് BJP-ക്ക് ഒരുപാട് സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അത് അവർ തങ്ങളുടെ പ്രസ്താവനകളിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പശ്ചിമ ബംഗാളിലും സ്വന്തം ഭരണമെത്തിയതോടുകൂടി BJP വളരെ ആത്മവിശ്വാസത്തിലാണ്. ഇന്ത്യയുടെ ഭരണത്തിൽ ഏകദേശം 72% BJP-യോ സഖ്യകക്ഷികളോ ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്നത് ഏതാനും ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ്. കേരളം, തെലങ്കാന, കർണാടക, ഹിമാചൽ പ്രദേശ് എന്നീ 4 സംസ്ഥാനങ്ങൾ മാത്രമാണ് കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിലുള്ളത്. ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിലെത്തിയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് മാത്രമല്ല, ദേശീയ നേതൃത്വം പോലും വളരെ സന്തോഷത്തിലാണ്, ആവേശത്തിലാണ്. പക്ഷേ വെറും 4 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഭരണമുള്ളത്. കോൺഗ്രസിന്റെ ഈ 4 സംസ്ഥാനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും 4 സംസ്ഥാനങ്ങൾ കൂടി മാത്രമാണ് BJP ഇതര സർക്കാരുകൾ ഭരിക്കുന്നത്. അതിൽ തമിഴ്നാട്ടിൽ TVK-യും, മിസോറാമിൽ സെറം പീപ്പിൾ മൂവ്മെന്റും, ജാർഖണ്ഡിൽ JMM-ഉം, പഞ്ചാബിൽ AAP-യുമാണ് BJP ഇതര സർക്കാരുകൾ. തമിഴ്നാട്ടിൽ ദേശീയ പ്രതിപക്ഷ ഐക്യത്തിൽ നിന്ന് DMK പിന്മാറിക്കഴിഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, TVK-യോട് കോൺഗ്രസ് കൂട്ടുചേർന്നത്. അത് DMK-യോട് പോലും ആലോചിക്കാതെ ഏകദേശം 20 വർഷത്തിൽ കൂടുതൽ ഒന്നിച്ചു നിന്നവരാണ് DMK-യും കോൺഗ്രസും. എന്നിട്ട് പോലും DMK-യോട് ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ ആവേശത്തിൽ കോൺഗ്രസ് TVK-യോട് ഒത്തുചേരുകയായിരുന്നു. BJP-യെ മാറ്റി നിർത്താൻ എന്നാണ് കാരണം പറഞ്ഞതെങ്കിലും TVK-യോട് ആലോചിക്കാത്തത് കൊണ്ട് തന്നെ ഇനി കോൺഗ്രസുമായി യാതൊരു ബന്ധവും ഭാവിയിൽ വച്ചു പുലർത്തില്ല എന്ന് DMK പ്രഖ്യാപിച്ചു കഴിഞ്ഞു. VCK-യും ഇടത് കക്ഷികളും മുസ്ലിം ലീഗുമൊക്കെ DMK പ്രസിഡന്റുമായി കൂടിച്ചർച്ച നടത്തിയതിനു ശേഷം മാത്രമാണ് TVK-യോട് കൂട്ടുകൂടാൻ തയ്യാറായത്. എന്നാൽ കോൺഗ്രസ് അങ്ങനെയായിരുന്നില്ല. അതിന്റെ പരിഭവം DMK ശക്തമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നിരയിൽ നിന്ന് DMK പിന്മാറുകയാണ്. കഴിഞ്ഞ തവണ ലോക്സഭയിൽ അവതരിപ്പിച്ച 2 ബില്ലുകൾ, മണ്ഡല പുനർനിർണയ ബിൽ, അതുപോലെ സ്ത്രീ സംവരണ ബിൽ, ഇതിൽ രണ്ടിലും കോൺഗ്രസിനോടൊപ്പം ഒന്നിച്ചു നിന്നവരാണ് മമതാ ബാനർജിയും അതുപോലെ തന്നെ സ്റ്റാലിനും. 2004 ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നതിന് സോണിയാഗാന്ധിക്ക് ഒപ്പമുണ്ടായിരുന്നവരാണ് കരുണാനിധിയും ലാലു പ്രസാദ് യാദവും. അവർക്ക് അർഹമായ പരിഗണന മുന്നണിയിൽ കൊടുത്തിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ